പെയ്യുന്ന മഴയത്ത് ഞങ്ങൾക്കും കൂടി ഒരു അഭയം തരണമെന്ന് പറഞ്ഞു വരുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ഒരു അതിഥി ഒരു സാധാരണ അതിഥിയല്ല. സ്വന്തം കുഞ്ഞിനെയും കടിച്ചു പിടിച്ചു കൊണ്ടുവന്ന ഒരു അമ്മപ്പൂച്ച. ആദ്യം ഞാനതിനെ ഓടിക്കാൻ നോക്കി, പക്ഷേ ഒരു കൂസലുമില്ലാതെ നേരെ വർക്ക് ഏരിയയിലേക്ക് നടന്നു. അതിനെ ഫോളോ ചെയ്ത് ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഇതിനു മുൻപേ തന്നെ അതിൻ്റെ മറ്റ് 2 കുഞ്ഞുങ്ങളെ സേഫാക്കി അവിടെ കിടന്നിരുന്ന തുണിയിൽ സുരക്ഷിതമായി കിടത്തിയിരിക്കുന്നു. ആ അമ്മ മനസ്സ് നമ്മൾ എങ്ങനെ കാണാതെ പോവും? കോരി ചൊരിയുന്ന മഴയത്ത് തൻ്റെ മക്കളെ സംരക്ഷിക്കാനുള്ള ഒരമ്മയുടെ പെടാപ്പാട്. ഒരമ്മയായി എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ കരുതുന്നുണ്ടാവും പിന്നെന്തിന് ഓടിച്ചു വിടാൻ നോക്കിയെന്ന്. എനിക്ക് പൂച്ചകളെ കാണാൻ ഇഷ്ടമാണ്. അവയ്ക്ക് ഭക്ഷണവും പാലും ഒക്കെ ഞാൻ കൊടുക്കും. പക്ഷേ വീടിനുള്ളിൽ കയറി അമിത സ്വാതന്ത്ര്യം കാട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതിലും വലിയ പ്രശ്നം വീട്ടിലെ കുട്ടികൾക്ക്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മുതിർന്ന കുട്ടികളാണ്. എന്നാൽ പോലും അവർക്ക് എന്നേക്കാൾ വലിയ ഇഷ്ടമാണ് ഇവയൊക്കെ. അവരെങ്ങാനും ഇതിനെ മടിയിലെടുത്ത് വയ്ക്കുകയോ തലോടുകയോ ഒക്കെ ചെയ്താൽ രോമം കൊഴിഞ്ഞ് അലർജി ഉണ്ടാകുമോ എന്ന പേടി എനിക്കുണ്ടായതിനാലാണ് ഞാനതിനെ ഓടിച്ചു വിടാൻ നോക്കിയത്. പക്ഷേ നമ്മുടെ അമ്മ മനസ്സ് അതിന് സമ്മതിക്കുമോ? നമ്മുടെ വർക്ക് ഏരിയയുടെ ജനലുകൾക്ക് ഗ്ലാസ് ഇട്ടിട്ടില്ല. വല്ലതും വന്ന് പിടിച്ചു കൊണ്ടുപോയാലോ എന്ന പേടിയും എനിക്കുണ്ട്. റൂമിലേക്ക് കൊണ്ടുവന്നാൽ ഹസ്ബൻഡ് വഴക്കു പറയുമോ എന്ന പേടിയും. അദ്ദേഹത്തിന് ഇവയെ ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇവയുടെ രോമം തന്നെ കുട്ടികൾക്ക് അലർജി ഉണ്ടാകുമോ എന്ന പേടി. പിന്നെ എന്തു ചെയ്യും? എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ അമ്മയെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കുവാൻ ഒടുവിൽ അവരെ വീട്ടിനുള്ളിലേക്ക്, അതായത് നമ്മുടെ റൂമിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്നുള്ള വരവ്. ഞാനും എൻ്റെ ഇളയ മകനും ഒന്ന് പരുങ്ങി. അദ്ദേഹം വന്ന് നമ്മുടെ അതിഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിലും മാറ്റം ഉണ്ടായി. അതിനെ പുറത്തു വിടണ്ട, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അദ്ദേഹവും ഞങ്ങളോടൊപ്പം കൂടി. പിന്നെ എല്ലാ കാര്യവും ഉഷാറായി. ഇപ്പോൾ അവർ വീടിനുള്ളിൽ ഒരു പെട്ടിക്കുള്ളിൽ സുരക്ഷിതരാണ്. കുട്ടികളോട് തൊടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞങ്ങളിപ്പം സന്തോഷത്തിലാണ്. കാരണം 3 കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം വളരെ വലുതാണ്. നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു?